Hi friends, welcome to Legaldais. ഇന്നത്തെ വീഡിയോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പറയാൻ പോകുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവരെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയാൻ പോകുന്നത്. ഇതിൽ നമുക്കൊരു 9 സേലിയൻറ്റ് ഫീച്ചേഴ്സാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഈ സേലിയൻറ്റ് ഫീച്ചേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അതിലേറ്റവും ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമേഴ്സ് എക്സ്പീരിയൻസ് നേടിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോൺസ്റ്റിറ്റ്യൂഷനുകളെ റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ഇത് ശരിക്കും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കുക. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് UK നിന്നാണ്, യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് അയർലൻഡിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അയർലൻഡുകാർ ഇത് ശരിക്കും സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അപ്പോൾ സ്പാനിഷിൽ നിന്നും അയർലൻഡുകാർ കോപ്പി ചെയ്തു, അയർലൻഡിൽ നിന്നും നമ്മളത് അഡോപ്റ്റ് ചെയ്തു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പം ഇതിൻ്റെ അകത്ത് ഈ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇത്തരത്തിലുള്ള എമർജൻസി പ്രൊവിഷൻസൊക്കെ ശരിക്കും ഈ ജർമ്മനിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ ഒരു ആക്ട് ഉണ്ടായിരുന്നു, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി നമ്മൾ ഈ ഒരു എമർജൻസി പ്രൊവിഷൻസിന് വേണ്ടി അതിൽ നിന്നും ജർമ്മൻ റീച്ചിൽ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ദസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ക്രീം ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ്. പല കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പല ലെയറായിട്ട് വന്നിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഫ്രം ദി യുണൈറ്റഡ് കിങ്ഡം, ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലൻഡ് വിച്ച് ഹാഡ് കോപ്പിഡ് ഇറ്റ് ഫ്രം ദ സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ the emergency provisions are included in the light of the constitution ഓഫ് ജർമ്മൻ റീച്ചും പിന്നെ ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സേലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിനെ വെച്ച് നോക്കുമ്പോൾ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു കമൻസ്മെൻറ്റ് ടൈമിൽ 395 ആർട്ടിക്കിൾസും പിന്നെ ഇതിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 22 പാർട്സ് എന്നും 8 ഷെഡ്യൂൾസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ സെക്കൻഡ് പോയിന്റിൽ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അതായത് ഒരുപാട് ആർട്ടിക്കിൾസ് പിന്നെ ന്യൂലി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ ആർട്ടിക്കിൾസ് റിപ്പീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പോയിന്റിൽ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ് എന്നാണ്. നമ്മൾ ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഡീറ്റെയിൽഡ് ആണ്. അതിൽ നമ്മൾ ആർട്ടിക്കിൾസിൻ്റെയും ഷെഡ്യൂളിൻ്റെയൊക്കെ കണക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ തേർഡ് പോയിൻ്റാണ് ലേസ് ഡൗൺ സ്ട്രക്ചർ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ സ്ട്രക്ചർ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദ സ്റ്റേറ്റ്സ് ടു ഡ്രോ അപ്പ് ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രോ ചെയ്യാനായിട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി
നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രെന്നും സ്റ്റേറ്റെന്നും നമുക്ക് 2 പൊളിറ്റി ഉണ്ട്. ഡ്യുവൽ പൊളിറ്റി ആണുള്ളത്. സെൻട്രെന്നും സ്റ്റേറ്റെന്നും ഉണ്ട്. പക്ഷേ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഇപ്പം നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ എന്നേ പറയാറുള്ളൂ. അല്ലാതെ കേരളത്തിലെ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ തമിഴ്നാട് സിറ്റിസൺ അങ്ങനെ സ്റ്റേറ്റ് വൈസ് പ്രത്യേകിച്ച് നമ്മൾ സിറ്റിസൺസിനെ പറയാറില്ല. പക്ഷേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു അമേരിക്കയിലെ സിറ്റിസൺഷിപ്പും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഓരോ സ്റ്റേറ്റിൻ്റെയും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇല്ല. എല്ലാ ഇന്ത്യൻസിനും നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ഒരു സിറ്റിസൺഷിപ്പേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ റൈറ്റ് ആയിരിക്കും. അതായിരിക്കും മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. കാര്യം ഓരോ സ്റ്റേറ്റിൽ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ചിലപ്പം ഓരോ സ്റ്റേറ്റ്സിനും തമിഴ്നാട് സിറ്റിസൺ കിട്ടുന്ന റൈറ്റ് കേരളത്തിലെ സിറ്റിസണ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പക്ഷേ എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആയിരിക്കും, സെയിം റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ആയിരിക്കും അവിടെ വരുന്നത്. ഇതാണ് നാലാമത്തെ പോയിന്റ്, എന്താണ് പ്രൊവൈഡിങ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ളത്. അതിനുശേഷം അഞ്ചാമത്തെ പോയിൻ്റാണ് എസ്റ്റാബ്ലിഷിങ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. നമുക്കൊരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സെൻറ്ററിലാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും പാർലമെൻ്ററി ഫോമാണ് ഉള്ളത്. അപ്പം ഈ ഒരു പാർലമെൻ്ററി ഫോം എവിടെ നിന്ന് എടുത്തതാണെന്ന് നമ്മൾ പറഞ്ഞു, ഈ UK നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷ് മോഡലിൽ നിന്നാണ് ഈ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ദ ഗവൺമെൻറ് വിൽ ബി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഗവൺമെൻറ് ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിളായിട്ട് മാറും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡൻറ്റിനെയാണ്. അപ്പം ശരിക്കുള്ള പക്ഷേ എക്സിക്യൂട്ടീവ് പവർ ആർക്കായിരിക്കും കിട്ടുന്നത്? ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനായിരിക്കും. അപ്പോൾ അവരായിരിക്കും ഈ ലോക്സഭാ മെമ്പേഴ്സിനെയൊക്കെ കളക്റ്റീവ്ലി റെസ്പോൺസിബിളായിട്ട് മാറുന്നത്. ഈ ഹൗസ് ഓഫ് പീപ്പിൾ, അതായത് ലോക്സഭയിലെ ആൾക്കാർ ഇലക്ട് ചെയ്യുന്നത് നമ്മുടെ പീപ്പിൾ ഡയറക്റ്റ്ലി ആണ് ഇലക്ട് ചെയ്ത് വിടുന്നത്. 5 ഇയേഴ്സിലേക്ക് നമ്മൾ ആൾക്കാർ വോട്ട് ചെയ്ത് ഡയറക്റ്റ്ലി അവരെ ഇലക്ട് ചെയ്ത് വിടുന്നതാണ് ഈ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ദ മിനിസ്റ്റർ ഷുഡ് ബി മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ. ദ ഗവൺമെൻറ് ഈസ് ദെയർ ഫോർ കോൾഡ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉണ്ട്. ഇനി നമുക്കിവിടെ ഒരു കേസിനെ പറ്റി പറയാം. SR ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതി 1-2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. Parliamentary democracy generally envisages representatives of the people, responsible government, and accountability of the Council of Ministers to the legislature. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ഒരു പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുമ്പം റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ വരുന്നുണ്ട്, അതായത് ആൾക്കാരുടെ പ്രതിനിധികളായിട്ട് വരുന്നുണ്ട്. ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ്. അതുപോലെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ലെജിസ്ലേച്ചറിന് ഒരു അക്കൗണ്ടബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ആ ഒരു സ്ട്രക്ചർ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു കേസിൻ്റെ അകത്തും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാർലമെൻ്ററി ഫോം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് തമ്മിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇവർക്ക് ലെജിസ്ലേച്ചറിന് ഒരു പവർ ആൾക്കാരുടെ പീപ്പിളിൻ്റെ മേലുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ ദസ് ഓ ദെയർ പവർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ടു ദ പീപ്പിൾ. അപ്പം ഇവിടെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നമ്മുടെ അവരുടെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ആ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഈ ഗവർണറിൻ്റെ അഡ്വൈസും എല്ലാം കൂടിയായിട്ടായിരിക്കും ഒരു ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അത് ഈ SR ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പാർലമെൻ്ററി ഫോം അല്ല, പകരം എന്താണ്? പ്രസിഡൻഷ്യൽ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ്. അതായത് ശരിക്കുള്ള എക്സിക്യൂട്ടീവ് ഹെഡ് ആരായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും. നമ്മൾ മറ്റെടുത്ത എക്സിക്യൂട്ടീവ് പവർ ആർക്കാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനായിരിക്കും. പക്ഷേ ഇവിടെ എക്സിക്യൂട്ടീവ് പവർ പ്രസിഡൻറ്റിനാണ്. പ്രസിഡൻറ്റിനെ ഡയറക്റ്റ്ലി ആൾക്കാരാണ് ഇലക്ട് ചെയ്യുന്നത്. അത് 4 വർഷത്തേക്കാണ് ഇലക്ട് ചെയ്യുന്നത്. ആൻഡ് എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സും വെസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡൻറ്റിലാണ്.
അപ്പം പ്രസിഡൻറ്റിന് ഈ ലോവർ ഹൗസിനോട് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ക്യാബിനറ്റിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സായിട്ട് വരത്തില്ല. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ അല്ലാത്ത പ്രസിഡൻഷ്യൽ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 salient ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതുവരയ്ക്കും പറഞ്ഞത്. ആ ഒരു 5 എണ്ണം എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കുക. ആൻഡ് ഞാനതിൻ്റെ PDF നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ ബാക്കി ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.